നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അപകട മേഖലകളിൽ നിന്ന് ഉടൻ മാറുക. രാത്രി മഴയുടെ തോരാ പെയ്ത്ത്. മുല്ലപ്പെരിയാർ അണക്കെട്ടും തുറന്നു. ഇടുക്കിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വരും മണിക്കൂറുകളിൽ പെയ്തിറങ്ങുന്നത് കനത്ത മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി ഉൾപ്പെടെ 3 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡാമിന്റെ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും പ്രദേശവാസികളെ ഉൾപ്പെടെ മാറ്റിയിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ എന്തും സംഭവിക്കാം എന്ന സ്ഥിതിയാണ്. ഇവിടങ്ങളിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഓഗസ്റ്റ് 1 മുതൽ തന്നെ തോരാത്ത മഴയാണ് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒലിച്ചെത്തിയ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള ഒരു സാവകാശം പോലും കിട്ടുന്നില്ല. തുടരെ പെയ്യുന്ന മഴ ഡാമുകളിലെ വൃഷ്ടി പ്രദേശങ്ങളിൽ നീരൊഴുക്കിന് കാരണമായിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഡാമുകളെല്ലാം നിറയുകയാണ്. ജനങ്ങൾ സുരക്ഷിതരാകുക എന്ന് മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടത്തുകയാണ് ജില്ലാ ഭരണകൂടം. മഴ സർവ്വശക്തിയും എടുത്ത് പെയ്യുമ്പോൾ, അതിന്റെ സംഹാരം പുറത്തെടുക്കുമ്പോൾ കേരളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ജനങ്ങൾ എത്രയും പെട്ടെന്ന്, അതായത് അപകട മേഖലകളിൽ നിന്ന് മാറുക, സുരക്ഷിതരായിരിക്കുക, ജാഗ്രത പാലിക്കുക എന്ന് ആവർത്തിച്ചു പറയുകയാണ്. തെക്കൻ കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. വടക്കൻ കേരളത്തിൽ നാളെ മുതൽ, അതായത് 9-ാം തീയതി മുതൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇതേ തുടർന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 9-ാം തീയതി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം മറ്റന്നാൾ, അതായത് 10-ാം തീയതി മുതൽ സംസ്ഥാനത്ത് മഴ കുറയുമെന്നാണ് റിപ്പോർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 10-ാം തീയതി യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ശക്തമായ മഴയോടൊപ്പം തന്നെ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടുക്കിയിൽ സ്ഥിതി സങ്കീർണമാണ്. അതായത് രാത്രിയും പകലുമായിട്ടൊക്കെ മഴ അതിശക്തമായി തന്നെ പെയ്തിറങ്ങും എന്നാണ് വ്യക്തമാകുന്നത്. നമുക്കറിയാം, വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അതേ ഒരു ഭീതിയിലൂടെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ, അതായത് 2018 മുതൽ ഇടുക്കിയും കടന്നു പോകുന്നത്. പല മേഖലകളിലായിട്ട് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ വർഷാവർഷങ്ങളിൽ സംഭവിക്കുന്നുമുണ്ട്. ഇതുകൂടാതെ മഴക്കാലത്ത്, അതായത് കാലവർഷക്കാലത്ത് എല്ലാവരുടെയും നെഞ്ചിൽ തീയാണ് മുല്ലപ്പെരിയാർ എന്ന ആ ജലബോംബ്. നമ്മളെ എല്ലാ മഴക്കാലത്തും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത്. തേനി ജില്ലാ കളക്ടറുടെയും തേനി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനായി ഷട്ടറുകൾ തുറന്നത്. സാധാരണയായി എല്ലാ വർഷവും ജൂൺ മാസത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്ന് തമിഴ്നാട്ടിലേക്ക് കൃഷിക്കായി വെള്ളം കൊണ്ടുപോകാറുള്ളത്. എന്നാൽ ഇത്തവണ തുടക്കത്തിൽ കേരളത്തിൽ മഴ മാറി നിൽക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് 100 അടിക്ക് താഴേക്ക് പോകുകയും ചെയ്തതോടെയാണ് നടപടി വൈകിയത്. ജൂണിൽ തുറക്കേണ്ടിയിരുന്ന ഷട്ടറുകൾ അണക്കെട്ടിൽ വെള്ളമില്ലാത്തതിനാൽ 56 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തുറക്കുന്നത്. എന്നാൽ സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ ലഭിച്ച ശക്തമായ മഴയിൽ ജലനിരപ്പ് ക്രമമായി ഉയർന്ന് 121 അടിയിൽ എത്തിയതോടെയാണ് തമിഴ്നാട് അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ ആരംഭിച്ചത്. തുറന്നുവിട്ട ജലം പ്രധാനമായും തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിലേക്കാണ് എത്തിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഏതാണ്ട് 120 ദിവസത്തേക്ക് 200 ഘനയടി വെള്ളമാണ് ഇത്തരത്തിൽ തമിഴ്നാട് കൊണ്ടുപോകുക. കമ്പം, തേനി മേഖലകളിലെ ഏകദേശം 14,000 ഏക്കർ കൃഷിയിടങ്ങളിലേക്കാണ് ഈ ജലം ഉപയോഗപ്പെടുത്തുക. ഇതിനു പുറമെ മധുര കോർപ്പറേഷനിലെ കുടിവെള്ള ആവശ്യങ്ങൾക്കും ഈ വെള്ളം പ്രയോജനപ്പെടുത്തും. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം വൈകിയത് തമിഴ്നാട്ടിലെ കമ്പം, തേനി മേഖലകളിൽ വലിയ ജലക്ഷാമത്തിന് കാരണമാകുകയും കൃഷി പ്രതിസന്ധിയിലാകുകയും ചെയ്തിരുന്നു. ഷട്ടറുകൾ തുറന്നതോടെ ഈ മേഖലയിലെ കൃഷിയിടങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന ജലക്ഷാമത്തിന് വലിയൊരു പരിഹാരമാകുകയാണ്. ഇതോടെ തമിഴ്നാട്ടിലെ കർഷകർക്ക് വീണ്ടും കൃഷി പുനരാരംഭിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് അവിടെയുള്ള ജനപ്രതിനിധികളും കർഷകരും. 120 ദിവസത്തേക്ക് തമിഴ്നാട് തുടർച്ചയായി വെള്ളം കൊണ്ടുപോകുന്നതിലൂടെ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമപ്പെടുത്താൻ കഴിയുമെന്നും ഇത്തവണ പെരിയാറിലേക്ക് വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യം ഒഴിവാകും എന്നാണ് വിലയിരുത്തൽ. മുല്ലപ്പെരിയാർ നമുക്ക് എല്ലാ കാലത്തും, മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒരു ഭീഷണി തന്നെയാണ്, ഒരു ഭീതിയായിട്ടാണ് അത് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്.
ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിരുന്നില്ല, കാരണം മഴ കുറവായിരുന്നല്ലോ. എന്നാൽ ഓഗസ്റ്റ് 1 മുതൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ വൃഷ്ടി പ്രദേശങ്ങളിൽ അതിശക്തമായി പെയ്തിറങ്ങുകയും നീരൊഴുക്ക് ശക്തമാകുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പെട്ടെന്ന് വെള്ളം ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. തമിഴ്നാട്ടിലെ കർഷകരെല്ലാം വലിയ ആവേശത്തിലാണ്. എന്നാൽ നമ്മൾ എല്ലായ്പ്പോഴും മുല്ലപ്പെരിയാർ എന്ന ഭീതിയും കൊണ്ട് നടക്കുന്നവരാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ആവശ്യം. ഇടുക്കിയിൽ സ്ഥിതി സങ്കീർണമാണ്. അതിന്റെ കൂടെ പ്രതിസന്ധി ഉണ്ടാക്കി തമിഴ്നാട്ടുകാരും വരുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് ജില്ലാ കളക്ടർ നൽകിയ ജാഗ്രതാ ഉത്തരവിന് പുല്ലുവിലയാണിപ്പോൾ. തോട്ടം മേഖലകളിൽ ജോലി പാടില്ല എന്ന ഉത്തരവാണ് ഇടുക്കിയിൽ ലംഘിക്കപ്പെടുന്നത്. ഉത്തരവ് ലംഘിച്ച് തോട്ടം തൊഴിലാളികളുമായി വാഹനങ്ങൾ അതിർത്തി കടന്നു വരുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. റെഡ്, ഓറഞ്ച് അലേർട്ടുകൾ ഉള്ളതിനാൽ കർശന നിയന്ത്രണങ്ങൾ ഇടുക്കിയിൽ ഏർപ്പെടുത്തിയിരുന്നു. ഇത് ലംഘിച്ചാണ് തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളുമായി വാഹനങ്ങൾ എത്തുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ തടയുമ്പോൾ കാട്ടുപാതകളിലൂടെയാണ് തൊഴിലാളികളുമായിട്ട് വാഹനങ്ങൾ കടന്നു വരുന്നത്. വലിയ പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. ഏകദേശം 200-നടുത്ത് വാഹനങ്ങൾ കമ്പമേട്ട് ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് എത്തിയിരുന്നു. തൊഴിലാളികളെ കുത്തി നിറച്ചാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അടുത്ത കാലത്ത് ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് നിരവധി തൊഴിലാളികൾ മരിച്ചിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തോട്ടം തൊഴിലാളികളാണ്. അതായത് തോട്ടം മേഖലകളിലാണ് ഇവർ ജോലി എടുക്കുന്നതിന് വേണ്ടി എത്തുന്നത്. നിങ്ങൾ ജീവനോടെ ഇരുന്നെങ്കിലല്ലേ നിങ്ങൾക്ക് ജോലി എടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊരു കാര്യം, തോട്ടം മേഖലകൾ, അതായത് ഇങ്ങനെ ഉയർന്നു കിടക്കുന്ന മേഖലകളാണ് തോട്ടം. വയനാട്ടിലും ഇടുക്കിയിലുമൊക്കെ ഇങ്ങനെ ഉയർന്നു കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ തോട്ടം ലയങ്ങളുള്ളത്. ഇവിടെ എന്തെങ്കിലും ഒരു മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടായാൽ പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കും. രക്ഷാപ്രവർത്തനം പോലും അതിസങ്കീർണമാകും. അതുകൊണ്ട് ജനങ്ങൾ എത്രയും സുരക്ഷിതരാകാമോ അത്രയും സുരക്ഷിതരാകുക. നിങ്ങൾ മുന്നറിയിപ്പ് അതേപോലെ പാലിക്കുക. കേരളത്തിൽ മഴ ശക്തമായി തുടരുകയാണ്. 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ അതുകൂടാതെ മറ്റ് ജില്ലകളിലൊക്കെ തന്നെ മഴ ശക്തമായി പെയ്തിറങ്ങുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. കടൽക്ഷോഭം അതിരൂക്ഷമാണ്. പലയിടത്തും തീരദേശങ്ങളിലൊക്കെ കടൽ അതിന്റെ സംഹാരം പുറത്തെടുത്തിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണിത്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശമുണ്ട്. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ശ്രദ്ധിക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന പക്ഷം സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറാൻ എല്ലാവരും തയ്യാറാകണം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ സഹായങ്ങൾക്കായി 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ ആവർത്തിക്കുകയാണ്. 1077 എന്ന നമ്പറിലേക്കും 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിലേക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങുന്നതും നദികളിൽ കുളിക്കുന്നതും തുണി അലക്കുന്നതും ഒഴിവാക്കണം. വിനോദസഞ്ചാരികൾക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നദികളിൽ പൊടുന്നനെയാണ് വെള്ളം ഇരച്ച് കയറി ഇറങ്ങുന്നത്. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിനോട് പൊരുതി നിൽക്കാൻ കഴിയില്ല. എത്ര നീന്തൽ അറിയാവുന്ന മനുഷ്യരാണെങ്കിൽ കൂടിയും പ്രകൃതി അതിൻ്റെ മുഴുവൻ സംഹാര രൂപവും പുറത്തെടുക്കുമ്പോൾ നമുക്കതിനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുരക്ഷിതരായി നിങ്ങൾ ഇരിക്കുക. മിന്നൽ പ്രളയങ്ങളാണ് ഇപ്പോൾ വലിയ ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊടുന്നനെ മഴ അതിശക്തമായി പെയ്തിറങ്ങുമ്പോൾ നദികളും പുഴകളും ഒക്കെ നിറഞ്ഞു കവിയുകയാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യം മുഴുവൻ മഴക്കെടുതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആസം വലിയ പ്രതിസന്ധിയിലൂടെയായിരുന്നു. ആ ഒരു സംസ്ഥാനം പൂർണ്ണമായ ഒരു നശിക്കുന്ന മഹാപ്രളയമാണ് കടന്നുപോയത്. ഇപ്പോൾ കേരളത്തിൽ അതിരൂക്ഷമായ പ്രളയക്കെടുതിയാണ് നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ മഴ ഭീതിയിലാണ്. ഗംഗാതീരം ബംഗാൾ തീരത്തിനും വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്വാധീനത്തിൽ ബംഗാളിന്റെ തെക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും സംസ്ഥാനത്തുടനീളം കനത്ത ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ദക്ഷിണ ഗംഗാതീര ബംഗാളിനും
സമീപത്തുള്ള ബംഗ്ലാദേശിന് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7.6 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇത് തെക്കോട്ട് ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പുതിയൊരു ന്യൂനമർദ്ദമായി മാറാൻ ഇടയാക്കുന്നത്. അതേസമയം ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്കാണ് സാധ്യത. തെക്കൻ ബംഗാളിൽ വ്യാപക നാശനഷ്ടത്തിന് സാധ്യത നിലവിലുള്ള അന്തരീക്ഷ സ്ഥിതി കണക്കിലെടുത്ത് ബംഗാളിൽ മഴയുടെ വ്യാപ്തി വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. തെക്കൻ ബംഗാളിൽ വ്യാഴാഴ്ച മുതൽ തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പൂർബ മേദിനിപൂർ സൗത്ത് 24 പർഗാനാസ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 7 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ചാർഗ്രാം നോർത്ത് 24 പർഗാനാസ്, കൊൽക്കത്ത, ഹൗറ, ഹൂഗ്ലി, ബംഗൂറ എന്നീ ജില്ലകളിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും IMD മുന്നറിയിപ്പ് നൽകി. ഇടിമിന്നലിനൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 8ഓടെ മഴയുടെ ശക്തി മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കും. ചാർഗ്രാം, ബംഗൂറ, പുരുലിയ, പശ്ചിം ബർധമാൻ, മേദിനിപൂർ, ബീർഭൂം എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇതിനുശേഷം മഴയുടെ തീവ്രത കുറയുമെങ്കിലും ഓഗസ്റ്റ് 10 വരെ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഓഗസ്റ്റ് 13 വരെ തെക്കൻ ബംഗാളിലെ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. വടക്കൻ ബംഗാളിലെ എല്ലാ ജില്ലകളിലും ഓഗസ്റ്റ് 7 മുതൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 8-ന് ജൽപായ്ഗുരി, അലിപുർദ്വാൻ, നോർത്ത് ദിനാജ്പൂർ എന്നീ ജില്ലകളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. ഓഗസ്റ്റ് 9ഓടെ ഡാർജിലിംഗ്, കാളിംപോങ്, കൂച്ച് ബിഹാർ എന്നീ മലയോര മേഖലകളിലും അയൽ ജില്ലകളിലേക്കും മഴ വ്യാപിക്കുമെന്നും അതിനുശേഷം ക്രമേണ ശക്തി കുറയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടിമിന്നൽ, താഴ്ന്ന വെള്ളപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, പച്ചക്കറികൾക്കും ഉദ്യാന വിളകൾക്കും ഉണ്ടാകാൻ ഇടയുള്ള നാശനഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ച് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയുള്ള സമയത്തും ഇടിമിന്നൽ ഉള്ളപ്പോഴും ജനങ്ങൾ സുരക്ഷിതമായി വീടുകൾക്കുള്ളിൽ തന്നെ തുടരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തുടനീളം മൺസൂൺ ഇത്രയധികം സജീവമാകാൻ കാരണം ഒന്നിലധികം കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നതാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള മൺസൂൺ പാത്തി, ഗംഗാ നഗറിൽ നിന്ന് ഡൽഹി, തെക്കു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ന്യൂനമർദ്ദ പ്രദേശം എന്നിവയിലൂടെ ബംഗാൾ ഉൾക്കടൽ വരെ നീളുന്നു. തെക്കു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന് മുകളിലുള്ള ന്യൂനമർദ്ദം അതിനോടനുബന്ധിച്ചുള്ള അന്തരീക്ഷ ചുഴലിയും സമുദ്രനിരപ്പിൽ നിന്ന് 4.5 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. തെക്കൻ ഗംഗാതീര ബംഗാളിലെയും ബംഗ്ലാദേശിലെയും അന്തരീക്ഷ ചുഴലി തീരദേശത്തിന് സമീപം പുതിയൊരു ന്യൂനമർദ്ദത്തിന് വഴിയൊരുക്കുന്നു. ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി മധ്യകിഴക്കൻ ഇന്ത്യയിലേക്ക് കടക്കും. ഈ 3 ഘടകങ്ങളും ചേർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വൻതോതിൽ ഈർപ്പമുള്ള കാറ്റെത്തിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ വലിയൊരു ഭാഗത്ത് കനത്ത മഴ തുടരാൻ തന്നെയാണ് സാധ്യത. എല്ലാവരും ജാഗ്രത പാലിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.